ഈ ഭ്രാന്ത് എന്ന് പറഞ്ഞാലല്ലോ ശരീരത്തിന് വന്നിട്ട് പനി പോലെ മനസ്സിൽ വരുന്നൊരു അസുഖം, അത്രേ ഉള്ളൂ. ഞങ്ങൾ ഇതിനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ, നീയും അങ്ങനെ കാണണം. പ്രോമിസ്. ഞാനൊരാളെ കൊന്നു. മനഃപൂർവ്വമല്ല, പറ്റിപ്പോയി. സുഖു കേൾക്കുന്നില്ല, ഒന്ന് തിരിഞ്ഞെന്ന് പറയാവോ? മനഃപൂർവ്വമല്ല, പറ്റിപ്പോയി. അതിന് സുഖുന്റെ ജീവിതം ജയിലിൽ ഒരുക്കി തീർക്കണോ? പറ, നിങ്ങൾ പറയടാ. എന്റെ പൊന്നു സുഖു, ഇതിൽ നല്ല പാച്ചം പറയാൻ തുടങ്ങിയിരുന്നു. പാച്ച ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ ഇനി നിങ്ങൾക്കടയില് സുഖുന്റെ ക്ലാസ്സിൽ സ്ഥാനമില്ല. സൂചേട്ടം സൂചേട്ടം അവന്മാര് പറയുന്നൊന്നും മൈൻഡ് ചെയ്യണ്ട. ആരും മാറാമുള്ളടാ, സമൂഹം ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കേ. നീ നോക്കിക്കോ, എനിക്കൊരു പെണ്ണൂലും കിട്ടൂല. കിട്ടും സൂചേട്ടാ, കിട്ടും. ഇല്ലെങ്കിൽ ഞാനൊരു പെണ്ണെ കണ്ടുപിടിച്ച് തരും. ഹലോ, ആ സൂചേട്ടാ എന്റെ അടുത്തുണ്ടല്ലോ. ആ വരാം. പിന്നെന്താ സൂചേട്ടാ, വണ്ടി ഹോസ്പിറ്റലിലോട്ട് എടുത്തോ, സുമയ്ക്ക് എന്തോ പറയണമെന്ന്. എടാ നിനക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുള്ളേ, ഞാനൊന്നല്ല ഹോസ്പിറ്റലിലോട്ട്. അവിടെ നിറച്ച ആൾക്കാരായിരിക്കൂടാ. പിന്നെ അവിടെ ചുമയും പനിയായിട്ട് വരുന്നവരല്ല, നിങ്ങളെ കാണായിരിക്കും. പാച്ച 5 മിനിറ്റ് ഇട്ടാ. എന്താന്ന് വെച്ചാ പറ, ആൾക്കാരൊക്കെ നോക്കണെന്ന്. ഞാൻ തിരിഞ്ഞെന്ന് പറഞ്ഞോട്ടെ സൂചേട്ടാ? തിരിഞ്ഞ മലന്ന തലകുത്തി എങ്ങനെങ്കിലും പറയുന്നു. താങ്ക് യു. സൂചേട്ടന് അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് സൂചേട്ടനോടുള്ള ഇഷ്ടത്തിന് കുറവൊന്നുമില്ല. ഇതൊരു പൂന്തോട്ടത്തെ വെച്ച് പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ സാഹചര്യങ്ങൾ അങ്ങനെയല്ലല്ലോ. എനിക്ക് സൂചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് യു. തിരിയട്ടെ മോളെ സുമേ, നീ ആരാ? അയ്യോ സൂചേട്ടൻ, ഞാൻ അപ്പുറത്തെ വീട്ടിലെ സുധാകരന്റെ പെങ്ങള്. സുധാകരന്റെ പെങ്ങള്? സുധാകരൻ ആരാ? എൻ്റെ കൂട്ടുകാരൻ. സുധാകരന്റെ പെങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ പെങ്ങളാണ്. ആരാണ്? പെങ്ങള്. പെങ്ങള്. സൂചേട്ടം നിങ്ങളല്ലേ പറഞ്ഞ നിങ്ങൾക്ക് ഇനി പെണ്ണ് കിട്ടത്തില്ലെന്ന്, എന്നിട്ട് ഇപ്പൊ അവൾ ഇങ്ങോട്ട് വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അതിന് അങ്ങനെ പറഞ്ഞേ? ആരും കിട്ടില്ലെങ്കിൽ പെങ്ങളെ കെട്ടാനിട്ടെ സുഗുന് ശരിക്കും കപ്പ പഠിക്കാൻ പോയതുകൊണ്ടാ ചേട്ടായി വരാത്തെ. എന്തുട്ട് അയാളോട് എന്നിട്ട് എന്ത് കാണിക്കാനാണ്? ഞാൻ വല്ല പ്രസവിച്ചെടുക്കാനും ഇവിടെ. എന്റെ പൊന്നോ, ഇളകിന്നാ തോന്നണേ ഇവന്. കുഞ്ഞി, ഞാൻ കേട്ടിട്ടാ, ഞാൻ കേട്ട്. അറ്റ്ലീസ്റ്റ് ഞാൻ കേൾക്കാതെ പറഞ്ഞു വിടറി. ഒന്നുമില്ലെങ്കിൽ സ്വന്തം ചോരയല്ലേ, എന്തൊന്നും ആടി. അതെ, ഇങ്ങോട്ടോ. ആ അവിടെ നിന്നോട്ടെ. ഓക്കെ. എടാ പാച്ച, നീ ഇന്നലെ ഒരു പെണ്ണിനെ സെറ്റാക്കി തരാന്ന് പറഞ്ഞില്ലേ? അതാരായിരുന്നടാ? അത് തങ്കു കൊച്ചച്ഛൻ്റെ മോളാ സൂചേട്ടാ. എടാ അതിന് തങ്കു കൊച്ചനൊക്കെ സമ്മതിക്കുവോ? സൂചേട്ടാ, ഞാനൊരു പെണ്ണായിരുന്നെങ്കിൽ എന്തായാലും സൂചേട്ടനെ കെട്ടിയാനെ. എടാ നീ അതിന് പെണ്ണല്ലല്ല. ആണാണെങ്കിലും എനിക്ക് സമ്മതമാ. എടാ നീ ഇതിന്റെ ഇടയിൽ കൂടെ നിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ചുമ്മാ പറഞ്ഞാ സൂചേട്ടാ. എന്റെ പാച്ച വെറുതെ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാനായിട്ട് ഒന്ന് പോയടാ അവിടെ. അമ്മച്ചി വീട്ടിലെ ചെല്ലൊന്നും കൊണ്ടാൻ പറ്റില്ല. അവിടെ വെച്ചേക്ക്. എല്ലാവരും കേട്ടോ. മുത്തശ്ശിയുടെ തിമിരത്തിന്റെ ഓപ്പറേഷന് പോവാ. വയസ്സാങ്കാതി പാത്തിന്റെ കണ്ണൂത്തി കീറണോ? കുത്തിക്കീഴല്ലടാ, ലേസറാ.
അവസ്ഥയിൽ നിന്നെ തനിച്ചാക്കി പോണേൽ അമ്മക്ക് വിഷമമുണ്ട്. നീ സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കണം. അമ്മേ നിങ്ങൾ ഇങ്ങനെ അതൊന്നും പറഞ്ഞു അവനെ രോഗിയായി കാണരുത്. എന്റെ കുഞ്ഞായി അവന്റെ കാര്യം നോക്കാൻ അവനറിയാം. Correct. അത് തന്നെ ഞാനും പറയാൻ വന്ന്. ആ എല്ലാരും ഇറങ്ങിക്കോ, വേഗം പോവാം. അതെ, സൊസൈറ്റിയിലെ ആധാരം പണയത്തിലാണ്. എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. നീ എന്തുദ്ദേശിച്ചാലും ഇങ്ങോട്ട് വന്നെന്ന് എനിക്കറിയാൻ പറ്റില്ല. എന്താ സുഖു? ആ സുഖു, എൻ്റെ വണ്ടി 2 ദിവസം ഇട്ട് ഭയങ്കര കംപ്ലൈൻറ്റ്. സ്റ്റാർട്ടൊന്നും ആവണില്ല. നന്നാക്കാൻ കൊടുത്തില്ലേ? ആ നന്നാക്കി കൊടുത്തിട്ടുണ്ട്. 2 ദിവസത്തിൽ കിട്ടും. അതുവരെ നിന്റെ വണ്ടി ഒന്ന് എൻ്റെ വണ്ടി ആർക്കും കൊടുക്കാറില്ല, നിനക്കറിയാലോ. ഓഹോ, ഇത്രയൊക്കെയായിട്ടും എത്രയൊക്കെയായിട്ടും വണ്ടി എന്തുകൊണ്ടാ നിനക്കിനൊന്ന് കൊണ്ടുവിടാൻ പറ്റുമോ? എനിക്ക് ലൈൻസെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് രാത്രി വീട്ടിലേക്ക് എല്ലാം വേണ്ടിട്ടുണ്ട്. കുഞ്ഞായി, നിന്റെ കല്യാണമല്ലോ അടുത്ത വർഷം. കല്യാണമൊക്കെ അടുത്ത വർഷോടാ. മനുഷ്യനാവനോട് ആദ്യം, എന്നിട്ടുണ്ടാക്കുക കല്യാണം. നിന്റെ ഒന്ന് കള്ളവടിക്ക് കാവലിക്കാൻ എന്നെ കിട്ടൂല. ഇവിടെ എന്തോ പരിപാടി കിടക്കണ്ടല്ലോ. പന്തലൊക്കെ ഇട്ടുണ്ട്. അവളുടെ വീട് അടുത്തങ്ങനെയാണോ? അടുത്തെങ്ങല്ല, അത് തന്നെയാ. നാളെ അവളുടെ കല്യാണം. അവളുടെ വീട്ടിലാണ് കല്യാണം. എടാ കോപ്പ, ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ സീനാവട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതെന്നെക്കാ നന്നായിട്ട് അവക്കറിയില്ലേ. എന്തെങ്കിലും കൊണവളെ വരാൻ പറയൂ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ റൗണ്ട് അടിച്ചിട്ട് 1/2 മണിക്കൂർ വരാം. അതൊന്നും പറ്റില്ല. കല്യാണം ഇവിടെ എന്തേലും പറ്റിയാലേ എനിക്കതല്ലോ. എടാ നിനക്ക് 4 കിട്ടണോടാ, എന്നാലും നീ പട്ടിക്കോളൂ. രാവിന്റെ കാവൽക്കാരനാ മിന്നാമിനിങ്ങേ, നിനക്ക് കാവൽ ഞാൻ നിൽക്കട്ടെ. അനീഷ, അതാരാ? നിങ്ങൾ ഇവിടെ കൊണ്ടിട്ടെ കുഞ്ഞായിന. എന്നാ ഞാൻ കുഞ്ഞാടെ വേണ്ട. അവൻ വേറെ വഴി ഒളിച്ചോടിയിട്ടുണ്ട്. അവൻ ഒളിച്ചോടണ എന്റെ അടുത്ത് പറഞ്ഞല്ലോ കേട്ടോ. ആഹാ, എല്ലാ കാര്യം നിങ്ങളോട് പറയണോ? സോറി, നിങ്ങളുടെ പേഴ്സണൽ കാര്യം എനിക്ക് അറിയണ്ട. അതെല്ലേ മാറിയേ. ചേട്ടാ, വരുന്നവർക്ക് ഞാൻ ആരോട് ഒളിച്ചു കൊടുക്കുന്നത് യാതൊരു ഐഡിയ ഇല്ല. ആരുടെ ഐഡിയ ഇതെന്താണ്, എന്തൊരു കഷ്ടമാണെന്ന് വേഗം കയറുമെന്ന് വിട്ടോ.